Hello everyone. Welcome to ചെമ്പകുഞ്ഞാശാൻ യൂട്യൂബ് വ്ളോഗ്. അങ്ങനെ മറ്റൊരു വ്ളോഗുമായിട്ട് നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ് ചെമ്പകുഞ്ഞാശാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇന്നെൻ്റെ ഒരു കടയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ അത് ചേർത്തലയിലാണ്. സ്ഥാപനത്തിൻ്റെ പേര് ടയേഴ്സ് ഒഫീഷ്യൽ എന്നാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ചേർത്തലയിൽ നമ്മുടെ ഗോഡൗണും പയ്യൊരു കടയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള. അപ്പോൾ ഒരു 3 വർഷത്തിന് ശേഷം നമ്മളിതാ അതും കാര്യങ്ങളെല്ലാം സെറ്റായി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. നല്ലൊരു ദിവസം തന്നെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അത് വരിക, അത് ഉദ്ഘാടനം ചെയ്യുക, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികളെല്ലാം ഈ വ്ളോഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയും ഉദ്ഘാടനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കടയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇന്ന് ഞായറാഴ്ച 5:30 മണി, അതായത് വൈകുന്നേരമാണ് ഉദ്ഘാടനം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10:45 മണിയായി രാവിലെ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഫുൾ ടൈം ഗെയിം കളിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയതുകൊണ്ട് താടിയും മീശയും മുഖവും മുടിയൊന്നും നമ്മൾ നോക്കാറ് പോലുമില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഒരുപാട് നാളെ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നൈസായിട്ട് ഇപ്പോൾ താടിയും മീശയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ കടയിൽ തന്നെയാണ്. എനിക്കൊരു സലൂൺ പോലത്തെ ഒരു കടയൊക്കെ ഉണ്ട്. അത്യാവശ്യം മുടിവിട്ട് കട, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കടയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നായിരിക്കും. പിന്നെ എനിക്കും മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഒന്ന് നമുക്ക് അവിടെ പോയിട്ടൊന്ന് ബ്യൂട്ടീഷ്യനായിട്ട് വരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗും പരിപാടികളെല്ലാം നമ്മളുടെ ഉദ്ഘാടനപരമായിട്ടുള്ള പരിപാടികളും ബാക്കി പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓക്കെ എവരിവൺ, എൻജോയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണത്. കുറേ ഇതായി. കുക്കു വന്നേ ചോദിക്കട്ടെ ഗായ്സ്. ഇതാണ് നമ്മുടെ കുക്കു. ഇതാണ് ഞങ്ങളുടെ കുക്കു. കാണാത്തവരൊക്കെ കാണുക. ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കുക്കു ഗൈസ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ പൊടി പിടിച്ചിരിക്കണേ. ഇത് കണ്ടറിയാം, കാണിച്ചു തരാം. സ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ സീനാണ്. ഇത് നോക്കി, അതൊക്കെ പൊടി പിടിച്ചിരിക്കണേ. അയ്യോ, ഫുള്ള് പൊടി പിടിച്ചിരിക്കണേ. ഇതിൽ നമ്മൾ റൈഡ്സ് പോയേക്കണതിൻ്റെ ഒരുപാട് ഇത് കാണാൻ പറ്റും. ഇത് ഇന്ത്യൻ ബൈക്ക് വീക്ക് ഒരുപാട് പരിപാടികൾ കാണാൻ പറ്റും ഇതിൽ. പക്ഷേ ഇത് ഞാനിപ്പോൾ പൊടി പിടിച്ചിരിക്കണേ മൊത്തം. അതേപോലെ തന്നെ എൻ്റെ ബൂട്ട്സൊക്കെ ആണെങ്കിൽ തന്നെ സീനായിട്ടിരിക്കണേ. ഇപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം കൊടുത്താണ്. ഭയങ്കര പൊടിയായി, ഒരു രക്ഷയില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് എടുക്കണ സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട മെയിൻ സാധനം എൻ്റെ വണ്ടി. ഇതെൻ്റെ ഒരു വണ്ടിയാണ്, 600 GT. എൻ്റെ പേരും ഈ വണ്ടിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇതാണ് സ്യൂട്ട് എല്ലാം സീനായിട്ടിരിക്കുക. ഫുൾ പൊടി പിടിച്ച് എന്തേളോ പറയാനുള്ള ഫുള്ള് മാറാമ്പലൊക്കെ പിടിച്ചിരിക്കുക വേണ്ട. അതുപോലെ തന്നെ ഇതിന് ടയർ എനിക്ക് തോന്നുന്നത് എയറില്ല, എയറൊക്കെ പോയി. വേണ്ട, എയറൊക്കെ പോയി, സീനാണ്. സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് പൊടി പിടിച്ചിരിക്കണേ. ഫുള്ള് പൊടി പിടിച്ച് ഒരു രക്ഷയില്ല. ഫുള്ള് പൊടി പിടിച്ച് നശിഞ്ഞിരിക്കണേ. സീനൊന്നുമില്ല, ഇതൊക്കെ ലെതറ കഴുകി യൂസ് ചെയ്യാന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതെൻ്റെ വേറൊരു ജാക്കറ്റാ. ഇന്നിപ്പോൾ വണ്ടി എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് പൊടി പിടിച്ചിരിക്കണേ. ഇതുണ്ടോ, ഫുള്ള് പൊടി പിടിച്ച്. അയ്യോ, സീൻ. ഒരുപാട് നാളായി വണ്ടികളൊക്കെ എടുത്തിട്ട്. ഇതിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചു കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഇറക്കണം. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് വണ്ടിയാണ്. അതിൻ്റെ പേര് ഗിജോ GT എന്നാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ബെൻലി 600 GT വന്ന ചെറുപ്പം പോലുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എടുത്ത വണ്ടിയാണ്. വീഴ്ചകളൊക്കെ ഒരുപാട് വീണിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിയൊക്കെ ചാടിക്കണം, അതാണ് പ്രശ്നം. അപ്പം നമ്മളിന്ന് വണ്ടി എടുക്കുന്നില്ല. വണ്ടി നമുക്ക് എടുക്കാണ്ട് നമ്മുടെ സ്കൂട്ടറുകളുണ്ട് ഇവിടെ, വേറെ സ്കൂട്ടറുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് പോവാം. കുക്കു പോവാം. മുടി വെട്ടാ പോവാ. നിന്റെ മുടി വെട്ടട്ടെ? പറ്റണ പട്ടി കാഴ്ച. ഇതാണ് കുക്കു. കാണാത്തവരൊക്കെ കാണാ. കുക്കു പോടാ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി പയ്യെ ഇവിടെ നിന്ന് നമ്മുടെ മുടിവെട്ട് കടയിലേക്ക് പോവാം. മുടിവെട്ട് കട ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ സ്കൂട്ടറിനാണ് പോകുന്നത്. ഇത് എൻ്റെ സ്കൂട്ടർ. അപ്പോൾ ഇത് ഞാൻ വല്ലപ്പോഴും എടുക്കാറുള്ളൂ. വല്ലപ്പോഴും ഭാഗ്യമായിട്ടൊക്കെ എടുക്കും, അത്രേ ഉള്ളൂ. ഭാഗ്യത്തിന് എന്തോ സ്റ്റാർട്ടായി. ഇത് ബാറ്ററിയൊക്കെ ഡൗൺ ആട്ടിക്കണായിരുന്നു.
പിന്നെ ഞാൻ പോയി 2 അടിയൊക്കെ കൊടുത്തപ്പോഴേക്കും സാധനം ഓണായി. ഇനിയിപ്പോൾ എന്നാ ഇവിടുന്ന് പയ്യെ പോയിട്ട് നമുക്ക് മുടിവെട്ടലുകളും ബാക്കി പരിപാടികളും കഴിഞ്ഞിട്ട് ഓടിയെത്താം. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിവെട്ട് കടയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുടിവെട്ട് കട, ആവലോൺ ഹെയർ സ്റ്റുഡിയോസ്. അപ്പോൾ നമ്മുടെ എളംകുളത്തായിട്ടാണ് ഇത് വരുന്നത്, എളംകുളം. ഓക്കെ, ഇതാണ് നമ്മുടെ കട, ആവലോൺ. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ക്ലിയറായി. ആവലോൺ ഹെയർ സ്റ്റുഡിയോ. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റുഡിയോസ്. ഇതാണ് നമ്മുടെ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ. നമ്മുടെ ബായ് ഉണ്ട് ഇവിടെ. ബായ് ഇവിടെ ഇരിക്കുന്നു. ബായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓക്കെ, അതേ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞിക്കട. ഓ, കുറച്ച് സെറ്റപ്പൊക്കെ ഉള്ളൂ, വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമല്ല. ചെറിയൊരു മുടിവെട്ട് കട, അത്രേ ഉള്ളൂ. അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വരിക, അടിച്ചൊളിക്കുക, മുടിവെട്ടുക, പോവാ. ഭയ്യ ലൈറ്റ് ഓൺ കരോ. ഭയ്യ, അയ്യോ ഭയ്യ കേൾക്കലണ്ടാ, ചെവിയിൽ ഹെഡ്ഫോണ് തോന്നണം. ഭയ്യ ലൈറ്റ് ഓൺ കരോ. ലൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടിവെട്ടും പരിപാടികളൊക്കെ തുടങ്ങാം. ഭയ്യ ഹെയർ ഇത് ഷോർട്ട് കരോ. എനിക്ക് ഫാഷനൊന്നും അറിയില്ല. ഷോർട്ട് ഓ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടിവെട്ടും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിതാ തുടങ്ങിയ കലാപരിപാടി. ഓക്കെ, അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ നമ്മുടെ മുടിവെട്ടും പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. കുറച്ച് ഇതാക്കാം, മതി ചൂട് ഗായ്സ്. കുറെ നാൾക്ക് ശേഷം നമ്മൾ താടിയും മുടിയും നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. വയ്യ ഫാഷൻ. ഇവിടെയൊക്കെ പച്ച കളറാണ്, പക്ഷെ അതൊക്കെ പോയി. എവരിവൺ, അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ആയിരിക്കണം ഗൈസ്. കുറച്ച് ഫാഷനബിളിൽ നിന്നും ഫാഷനബിളിലേക്കും, അല്ല കോളനിയിൽ നിന്നും ഫാഷനബിളിലേക്കും. കൊള്ളാം. കുറേ നാൾക്ക് ശേഷം താടിയും മീശയൊക്കെ കളഞ്ഞപ്പോഴേക്കും എന്തൊരു ആശ്വാസം. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഇവിടുത്തെ കലാപരിപാടികൾ കഴിയണം. നമുക്കിനി ഒട്ടും സമയമില്ല. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സമയങ്ങളായിട്ട് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി 5:30 മണിക്കാണ്. ഞാൻ എൻ്റെ മുടിയുടെ കളർ ആദ്യം അടിച്ചു വെച്ചത് ഈ കളറാണ്, ബ്ലൂ. പിന്നെയാണ് ഈ കളർ ആയത്. ഇതുണ്ടോ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആവലോൺ നമ്മുടെ ഹെയർ സ്റ്റുഡിയോ വരുന്നത് നമ്മുടെ എളംകുളത്താണ്. പറ്റുന്നവരൊക്കെ വരിക. ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടാ. കണ്ട ഹലോ, ആരാ, എന്ത് വേണോ? കണ്ട അത് മൊബൈലിൽ നിന്ന് ആരോ കൺട്രോൾ ചെയ്യണ വീട്ടിൽ നിന്ന് എന്നെ കണ്ടിട്ടുണ്ടാവും. എന്തുവാ ക്യാമറ കണ്ടോ ഗായ്സ്? അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോട്ട് വിട പറയാം. അപ്പോൾ ഓക്കെ ബൈ. A few moments later. വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോൾ പയ്യെ TDM കുറച്ചു നേരം കളിക്കാമെന്ന് ഓർത്ത്. കാണിച്ച റാങ്ക് ഈ മാസം കൂടി പുഷ് ചെയ്യണ്ട പണിയാവും. അപ്പം അത് കളിക്കാനുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണതാണ്. നമുക്ക് കളിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. കളി. ഓ അടി കേട്ടാ, അത്രേ ഉള്ളൂ. ഇത് കിടക്കണേ. ഓക്കെ, അപ്പം നമുക്ക് കളി തുടങ്ങാം. 2000 years later. ഹലോ എവരിവൺ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആര്യാസിന്റെ ഫ്രണ്ടിൽ ഇതാണ് നമ്മുടെ ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഇതുണ്ടാവുക വിജയണ്ണൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പയ്യെ നമ്മളുടെ പരിപാടികളിലേക്ക് കിടക്കുന്നതായിരിക്കും. അപ്പോൾ പോവാം. ഓക്കെ
ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാ വണ്ടികളും ഉണ്ട്. ഡേറ്റോണ ഉണ്ട്, പിന്നെ നമ്മുടെ CH2 ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടി, പിന്നെ അതേപോലെ നമ്മുടെ ടൈഗർ, പിന്നെ നമ്മുടെ അതേപോലെ നമ്മുടെ ഡുക്കാറ്റി അതേപോലെ ഒരു ഡേറ്റോണ ഉണ്ട്, പിന്നെ നമ്മുടെ സ്ക്രാംബ്ലർ ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും ഇനി ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തിൽ നിന്നും കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കും. അപ്പോൾ ലിൻചേട്ടനും ജെറി ബ്രോ എല്ലാവരും റെഡി ആയിട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് വൈ ഇവിടെ നിന്ന് ഇറങ്ങാം. സഫാൻ റെഡി അല്ലേ? അതെ, സഫാനൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് വൈ വിട്ട് കൊടുക്കാം. ഗായ്സ്, അപ്പോൾ ഇവരെല്ലാവരും റെഡി ആയിട്ടേക്കാണ്. അപ്പോൾ അവരെല്ലാവരും പോയി. നമ്മളപ്പോൾ നമ്മുടെ ആടുകൂടെ കയറാൻ പോവാണ്. ഓക്കെ, പോവാം. ഹലോ എവരി വൺ. അപ്പോൾ അവരൊക്കെ പറന്ന് പോയിട്ടുണ്ട്. നമ്മൾ പയ്യെ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഷെമിയുടെ കാറിലാണ്. ഷെമിയുടെ കാർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷെമി മോൻ വ്ളോഗ്സ്. ഷെമി ഇതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവും. ഷെമി മോൻ വ്ളോഗ്സ് ആണ് അതിൻ്റെ പേര്. ഇപ്പോൾ കുറച്ച് റെസ്റ്റിലാണ് പുള്ളി. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. വ്ളോഗിന് തിരിച്ചുണ്ടാവോ? വ്ളോഗ് തിരിച്ചിട്ടുണ്ടാവില്ല, ഞാൻ തിരിച്ചിട്ടുണ്ടാവും. സമയമില്ല. അതെ, പുള്ളിക്ക് സമയമില്ല. പുള്ളിയുടെ പരിപാടികളൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിപാടികളും തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഷെമീനെ കാണുന്നത്. ഷെമി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? കാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. സൂര്യൻ അവിടെ നിന്ന് അടിക്കണ പറഞ്ഞല്ലേ, മുഖത്തേക്ക് നന്നായിട്ട് സൂര്യനെ അടിക്കണം. അതെ, കണ്ടിട്ട് സൂര്യയുടെ പോലെ ഉണ്ട് ഗായ്സ്. താടി കണ്ടില്ലേ? അതുപോലെ ഒരു സൂര്യ ഫാനാണ് പുള്ളി. സൂര്യ ഫാൻ ആണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് സ്പീക്കറിലേക്ക് ഇത്. പിന്നെ എന്താണ് കഴിഞ്ഞ കൊല്ലത്തിന് ന്യൂഇയർ അല്ലേ? കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം. കഴിഞ്ഞ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയിലായിട്ടുണ്ട്. അതിന് മുമ്പത്തെ ന്യൂ ഇയറിനാണ് നമ്മൾ ബാംഗ്ലൂർ റൈഡ് പോയത്. ഇപ്പൊ എനിവേ ഐ എം വെയിറ്റിംഗ് ഫോർ നമ്മുടെ പുതിയ വണ്ടി. അതെ, പുതിയ വണ്ടിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഷെമിയുടെ പുതിയ വണ്ടി വരുന്നുണ്ട് ഗായ്സ്. അത് അടിപൊളിയായിരിക്കും. അത് നമ്മൾ ഇനി ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ബൂസ Gen 3 ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതെ, Gen 3 എടുക്കുന്നത് ഈ പ്രാവശ്യം. സർപ്രൈസ് കൊടുക്കേണ്ട ആവശ്യമൊന്നും. അതെ, ഒളിപ്പിച്ചൊന്നും ഓൾറെഡി പുള്ളിക്ക് Gen 3 ഉണ്ടായിരുന്നാണ് ഗൈസ്. അപ്പോ അതിനുശേഷം പിന്നീട് ജസ്റ്റ് കുറച്ച് വ്യത്യാസങ്ങൾക്ക് വേണ്ടി മാത്രം പുതിയ വണ്ടി എടുക്കുന്നു. കളർ അപ്ഡേഷൻ, പെയിന്റ് അടിക്കാൻ കൊടുക്കാൻ ടൈമില്ല. അതാണ് ഒരു പുതിയ വണ്ടി എടുത്തത്. പൊന്നോ, പുള്ളിയുടെ വർക്കും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പല ബിസിനസ് ഉണ്ട്. അതിലൊരു ബിസിനസ് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറങ്ങുന്ന കുറെ കാറുകളും കാര്യങ്ങളൊക്കെ ദുബായിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കാർനെറ്റ് സർവീസ് ഉണ്ട്, ഐലൻഡ് മാരിടൈം അല്ലെ? കാർനെറ്റ് സർവീസ് അല്ല, ആക്ച്വലി ഷിപ്പിംഗ് കമ്പനിയാണ്. അതിന്റെ അകത്ത് നമ്മൾ തന്നെ സർവീസ് ആണ് കാർനെറ്റ്. അതിനകത്ത് നമ്മൾ കണ്ടെയ്നർ വേൾഡ് വൈഡ് കണ്ടെയ്നർ ക്ലിയറൻസ്, പോർട്ടിലെ ക്ലിയറൻസ് എല്ലാം ചെയ്തു കൊടുക്കും. പ്ലസ് നമ്മൾ ഓൾ ഇന്ത്യ അത്യാവശ്യം നല്ല സർവീസാണ്. പ്ലസ് ദുബായ്, ന്യൂയോർക്ക്, യൂറോപ്പ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യണ്ടേ. ഇപ്പൊ റീസെന്റ് ഇപ്പൊ 2 വണ്ടി നമ്മൾ പുറത്തുനിന്ന് ഇറക്കി. ഒന്ന് UK ഇറക്കി, പിന്നെ ഒന്ന് ഓസ്ട്രേലിയ. ഇപ്പൊ ഓൾറെഡി ഒരു നിസാൻ GTT R34 ടൈപ്പ് 34 ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കാറിന് കുറച്ച് നാള് നമ്മുടെ കോട്ടയം, കൊച്ചി ഭാഗത്തൊക്കെ ഉണ്ടാവും. അത് എന്നാ വരുന്നത്? വണ്ടി ഓൾറെഡി ഇപ്പൊ പോർട്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ തമിഴ്നാട്ടിലാണ് വന്നേക്കുന്നത്, ചെന്നൈയിലാണ് അത് വന്നേക്കണത്. അപ്പൊ ഇന്നിപ്പോ പൊങ്കലാണ്, നാളെ മറ്റന്നാളൊക്കെ അതിന്റെ ഹോളിഡേ ആണ്. അത് കഴിഞ്ഞാൽ സൂൺ എന്തായാലും ഈ കമ്മിങ് വീക്കിൽ എന്തായാലും വണ്ടി കോട്ടയത്ത് ഉണ്ടാവും. റെന്നി എന്ന് പറഞ്ഞൊരു പുള്ളിയായിട്ടാണ് ഇറക്കണത്, കോട്ടയത്തുള്ളതാണ്. അപ്പൊ സൂൺ പുള്ളി ഇന്നിപ്പോ എന്തായാലും വണ്ടി ഇറക്കി കഴിയുമ്പോ പുള്ളി എന്തായാലും ഫേമസ് ആവണം. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് വണ്ടികൾ കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ ഡോഡ്ജ് ആണെങ്കിൽ ഇഷ്ടംമാതിരി വണ്ടികൾ. ഞാൻ ഇപ്പൊ റീസെന്റ് കൊണ്ടുവന്ന വണ്ടി ഇപ്പൊ ഈ GTT R34, പിന്നെ മല്ലു ട്രാവലറിന്റെ വണ്ടി, അതേപോലെ ഡോഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട്, സൂപ്ര കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ലോട്ടസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടാണ്ട് പോയേക്കണം എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ബോച്ച ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ എൻക്വയറി എൻക്വയറി വന്നതാണ്. പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റാതെ വേറെ ഒന്നുമല്ല. നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇന്ന പോലെ ഫുൾ സർവീസ് നമ്മൾ പോയി ചെയ്ത് നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം കുറവാണ്. ടൈം നമുക്ക് ഇപ്പൊ എന്ത് ഇതാണെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റണത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനത് ഡ്രോപ്പ് ചെയ്താണ്. ആക്ച്വലി നമ്മുടെ ഗെയിം കളിക്കണ കുറെ വണ്ടികളൊക്കെയാണ് ആക്ച്വലി ഇവിടെ കൊണ്ടുവരുന്ന കാറുകളൊക്കെ. അതെ, സൂൺ ഇനിയിപ്പോ നമ്മുടെ ഒരു വണ്ടി ഈ ഡോഡ്ജ്, ഞാൻ GTA ആപ്പ് കളിക്കണാണ്. അപ്പൊ മേയറായിട്ട് തന്നിരുന്ന വെച്ചാൽ ആ വണ്ടിയായിരുന്നു ഡോഡ്ജ്. അപ്പൊ ഞാൻ ആലോചിക്കണായിരുന്നു അതൊക്കെ നമ്മൾ ഓടിക്കണ വണ്ടിയൊക്കെ റിയൽ ലൈഫില്
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കാഡ്ലാക്ക് ഇറക്കിയിട്ടുണ്ട്. കൊല്ലത്ത് ഒരു കാഡ്ലാക്ക് വന്നിട്ടുണ്ട്, മറ്റേ ലെങ്ത് ഉള്ളത്, ഏറ്റവും ടോപ്പ് നല്ല ലെങ്ത് ഉള്ള കാഡ്ലാക്ക്. എനിക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ അറിയില്ല, ബിക്കോസ് ഇന്ത്യയിൽ ഇറങ്ങിയേക്കണ വണ്ടി തന്നെ നമുക്കറിയില്ല. പിന്നെ ഇതൊക്കെ പുറത്തുനിന്ന് വന്നേക്കണതാണ്. പിന്നെ അവര് പറയുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയും. എനിക്കാണെങ്കിൽ കാറുകളും ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ബൈക്കായിട്ട് ഇപ്പം അത്യാവശ്യം കുറച്ചധികം നാളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ യാത്രകൾ പോവും. അപ്പോൾ ആ യാത്ര ചെയ്ത കുറച്ച് സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇവരെല്ലാവരും. അപ്പോൾ ഇദ്ദേഹത്തിന് വേറെയും കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടികളും ഇപ്പം എല്ലാം മാറി. ഇനിയിപ്പോൾ പുതിയൊരു വണ്ടി അപ്ഡേറ്റിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിചയപ്പെടാട്ടെ. ഇതാണ് അപ്പോൾ ഷെമി മോൻ വ്ളോഗ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ ചാനൽ വരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഓക്കെ വരുവാണ്. അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ അവരെല്ലാവരും ജെറ്റിട്ട് പോയി. ഇനിയിപ്പോ നമുക്ക് ജെറ്റിടാൻ പറ്റില്ല. നീ ഒന്ന് ഫ്രണ്ടിൽ കാണിച്ചേ. ഹൈവേ എന്തോ പറയുന്നത്. ഇവിടെ അവര് ജെറ്റിട്ട് പോയി. നമ്മളിനി പയ്യെ എത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെറിയ ബ്ലോക്കും പരിപാടികളൊക്കെ ഉണ്ട്. അവരവിടെ ഹൈവേ വന്നാൽ നല്ലതായിരിക്കും അല്ലേ? ഇത് വന്നാൽ അടിപൊളിയായിരിക്കും, പോവാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തോ ഒരു കോൺട്രവേഴ്സ്യൽ ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഇതിന്റെ ലെങ്ത് എന്തോ കുറവാന്ന് പറയണ്ടായിരുന്നു. ഇതിന്റെ ഹൈവേ എന്തോ തുറവൂര് ജംഗ്ഷന്റെ മുമ്പ് വരെ ഉള്ളൂ അങ്ങനെ എന്താണ്ടൊക്കെ പറയാം. നമ്മൾ അരൂര് എത്തിയിട്ടുള്ളല്ലേ? ഇത്ര നേരം ഒന്നും വേണ്ട. നമുക്ക് അവിടെ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് മതി മാക്സിമം അവിടെ എത്താനായിട്ട്. One eternity later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ MJ ബ്രോ, നമ്മുടെ സഫാൻ, അതുപോലെ തന്നെ ബ്രോ നിഞ്ചാടെ എല്ലാവരും ഉണ്ട് ഗായ്സ്. അപ്പൊ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ കട, ടയർസ് ഒഫീഷ്യൽ. കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ പാർട്ട്ണർ തച്ചു ഗായ്സ്. അടിപൊളി ദിവസം. അപ്പൊ നമ്മള് ഉദ്ഘാടനത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗായ്സ്. ഓക്കെ, പരിപാടി നടക്കട്ടെ. അപ്പൊ നമ്മുടെ കട നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ച് പരിപാടികളും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഗായ്സ്, അപ്പോൾ നമ്മളുടെ പരിപാടികളെല്ലാം കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പാർട്ട്ണറിന്റെ അമ്മ, ചേച്ചി, അളിയൻ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ പരിപാടികളും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്ര പെട്ടെന്ന് തന്നെ ക്യാമറമാനും ഇവിടെ സൈഡിൽ ഇപ്പൊ ഉണ്ട്. നമ്മുടെ അടുത്ത വ്ളോഗർ പ്രതിപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇപ്പം നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ അത് കട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വിളക്ക് അണിയിക്കുക എന്നുള്ള ഒരു ക്രമമാണ് ചെയ്തിരിക്കുന്നത്. ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. പുറത്ത് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. സഫാൻ, MJ ബ്രോയ്, ബാക്കി ഹർഷ് ബ്രോ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ വണ്ടികളുടെ ഇടയിലാണ് എല്ലാവരും. ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ മെയിൻ ആള് വി ബൈ സ്റ്റണ്ടർ. അപ്പൊ നമുക്ക് വിളക്കണിയിക്കുന്നുള്ള പരിപാടികളിലേക്ക് കിടക്കാം. അതെ, അമ്മ വിളക്ക് തെളിയിക്കുന്നുണ്ട്. വെറുതെ ഒറ്റ കൈ. അളിയനും ചേച്ചിയും കൂടി ഇങ്ങെത്തിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം ഹോഗയ എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ടുണ്ട്. അതേ സച്ചുവൊക്കെ വിളക്കായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സച്ചുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു ഗായ്സ്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. സുബിയൊക്കെ അവിടെ എത്തി നോക്കണം. അപ്പൊ നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം ഓണായി. നമ്മുടെ കൂടെ വി ബോയ്സ് ചണ്ടർ ഉണ്ട് ഗായ്സ്, വി ബോയ്സ് ചണ്ടർ. അപ്പൊ അതേ നമ്മുടെ പരിപാടികളെല്ലാം ഉഷാറായി. വണ്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ പയ്യെല്ലാവരും കയറുന്നു കാണുന്നു. അപ്പോ പൊക്കത്തെ കടിയുണ്ട്. ഞാനിപ്പോ അവിടെ കാണേ, ഞാൻ ഇന്നാണ് പുറത്തിറങ്ങുന്നത് ഒരുപാട് നാൾക്ക് ശേഷം. പൊക്കത്തിരിക്കാനുള്ള തെറ്റപ്പം ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് ഇന്റീരിയറും കാര്യങ്ങളെല്ലാം. ഞാനത് കൂടുതലും കാണിച്ചു തരാം. ഇപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് കറങ്ങട്ടെ എല്ലാവരുമായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൂട് ചായയും കുടിച്ച് നമ്മൾ സെറ്റായിട്ട് ഇവിടെ വന്നതിന് ശേഷം തണുത്ത വെള്ളം കുടിച്ച് നമ്മൾ ഇതാ കൂളായിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത് നമ്മുടെ അഫീഷ് ബ്രോ, ഇതാണ് നമ്മുടെ CS2 ഓണർ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടുള്ളൂ. ഇദ്ദേഹത്തിന് ഒരു വ്ളോഗ്സ് ഉണ്ട് ഗായ്സ്. വ്ളോഗ്സിന്റെ പേര് MJ the Creator. അപ്പൊ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കാകെ 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അത് വേറെ കാര്യം. ഓ, ഇദ്ദേഹത്തിന് 2000 ഉണ്ട്. അപ്പൊ പെരിയ ആള്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇത് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉള്ള ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പൊ എല്ലാവരും ഡു ഫോളോ. പുള്ളിക്ക് ഒരു 650 ഉണ്ടായിരുന്നു, അപ്പൊ അത് കൊടുത്തു. ഇപ്പൊ പുള്ളി വലിയ ലീഗിലേക്ക് കടന്നിരിക്കണം. R1 അല്ലേ? R1 വിത്ത് ഏതാണ് എക്സോസ്റ്റ്? ടു ബ്രദേഴ്സ്. എന്റെ അമ്മോ. അതേപോലെ തന്നെ നമ്മുടെ കൂടെ രാഹുൽ ബ്രോ ഉണ്ട് ഗൈസ്. രാഹുൽ ബ്രോനെ നമുക്ക് ഡേറ്റോണയാണ് 675 അല്ലെ? 675 R ആണ് അദ്ദേഹത്തിനുള്ളത്. അതേപോലെ തന്നെ 2 ബൈക്കിന്റെ മുതലാളിനെ പരിചയപ്പെടുത്താം. SBKയുടെ ഓണറും എല്ലാമായ ഫെമിൻ ബ്രോയാണ്. ഫെമിൻ ബ്രോക്ക് 2 ബൈക്ക് ഉണ്ട്. കളർ മാറ്റിയാണ് പുള്ളി വണ്ടികൾ എടുത്തോണ്ടിരിക്കുന്നത്. ഒന്ന് ഈ ഡേറ്റോണ, പിന്നെ ഉള്ളത് നമ്മുടെ ഫയർ ബ്ലേഡ് അല്ലെ? ഫയർ ബ്ലേഡ് അത് ഏത് എഡിഷനാ? ആനിവേഴ്സറി എഡിഷനാണ്. കലക്കും. അപ്പോ ഞാൻ പയ്യെ എല്ലാരെയും കാണിച്ചു തരാം. പിന്നെ അതേപോലെ ഷെമി ഇവിടെ വന്നിട്ടുണ്ട്. ഷെമി സൂര്യയാണ്, കറക്റ്റ് സൂര്യ. വേറെ ഒന്നും പറയാനില്ല. സൂര്യ കഴിഞ്ഞാൽ പിന്നെ ഷെമിയാണ്. അത് പുള്ളി ഒരു തമിഴ് പടത്തിൽ അഭിനയിക്കണം, അതിനുവേണ്ടി ചെയ്തതാണെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല. അത് നോക്കാം. അതേപോലെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോ നമ്മുടെ കൂടെ വേറൊരാളുണ്ട്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ബിജിലൊക്കെ ചെയ്യണം മെയിൻ ആളാണ്. വാനൽസി നമ്മുടെ കൂടെ ഉണ്ട്. വാനൽസി എന്താണ് പറയാനുള്ളത് നമ്മുടെ പുതിയ കടയെ കുറിച്ച്? ഞാനെന്താ പറയാ, എല്ലാ കാര്യങ്ങളും എല്ലാവരും നല്ലപോലെ ചെയ്യുക, എല്ലാം ഫോളോ അപ്പ് ചെയ്യുക. ടയേഴ്സൊക്കെ ഇവിടെ കാണും. ഇതെല്ലാം ഓഡിയോ അവിടെ പാട്ടുള്ളതുകൊണ്ട് കേൾക്കില്ല എന്നാണ് ഇവര് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിന്റെ ഏതൊക്കെ സുഹൃത്തുക്കളാണ്. ഇതൊന്നും കേൾക്കാൻ പോണില്ല, സൗണ്ട് ആയിരിക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും. നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടറോട് മ്യൂസിക് കട്ട് ചെയ്യണതിനെ കുറിച്ച് സംസാരിക്കുന്നു. കേൾക്കും. അപ്പൊ ഏറ്റവും വലിയ ആള് 1 വർഷത്തിന് ശേഷം ഞാൻ എന്റെ പാർട്ണറെ കട്ടിരിക്കണം ഗായ്സ്. സച്ചു എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? പുള്ളി ഒന്നും പറയാനല്ല മോനെ. ഒരു 4 വണ്ടി ചോദിച്ചപ്പം 40 വണ്ടി എനിക്ക് വന്നു. 4 വണ്ടി ചോദിച്ചപ്പോഴേക്കും 40 വണ്ടി ഒന്നാണ് പറയുന്നത് ഗായ്സ്. ലിജിൻ ചേട്ടനും നമ്മുടെ 10RR ഓണറൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലാത്ത സഫാൻ തിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സഫാൻ സായിദ്. ഇതാരാ നമുക്ക്? ജെറി ബ്രോ ന്യൂ ഇയറൊക്കെ പാരീസിൽ അടിച്ചൊളിച്ചിട്ട് വന്നേക്കണാണ്. കുറെ നാൾക്ക് ശേഷം ബൂട്ടൊക്കെ ഇട്ട് ഇറങ്ങി, ഒരുപാട് നാളുകൾക്ക് ശേഷം. അതേപോലെ തന്നെ ലിജിൻ ചേട്ടൻ തിരുമല കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ്. അദ്ദേഹത്തിന്റെ ലിഗമെന്റ് ഒക്കെ പോയിരിക്കണായിരുന്നു, ഇപ്പോഴാണ് ശരിയായത്. ഇത്രയൊക്കെ സുന്ദരനും സുശീലനുമായ അതേ ജില്ല് ബാക്കിൽ വിളിച്ചിരിക്കണം ഗൈസ്. ജിനിലിനെ നോക്കാം. ജിനിൽ ബ്രോ ഇവിടെ ഉണ്ട്. ജിനിൽ ബ്രോ ഒന്നും മിണ്ടാണ്ടിരിക്കണ. എങ്ങനെയുണ്ട് മുടി? കൊള്ളാല്ലേ? ജിനിൽ ബ്രോന്റെ സുഹൃത്താണ്. ഹലോ ബ്രോ, ഹായ്. ബ്രോന്റെ പേരെന്താ? ജോളി ബ്രോ. പിന്നെ ജിനിൽ ബ്രോ എങ്ങനെയുണ്ട് നമ്മുടെ കട? ഉഷാറല്ലേ ഗായ്സ്? അപ്പോൾ ഇത് ചേർത്തലയിലാണ്. ചേർത്തല തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാപനം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ സെറ്റായത്. പിന്നെ എന്താണ് വിശേഷങ്ങൾ? നമുക്ക് ടയർ എടുക്കാൻ ഇവിടെ വന്നാൽ മതിയല്ലേ? ടയർ എടുക്കണമെങ്കിലൊക്കെ ഇവിടെ വന്നാൽ മതി. ഏത് എടുക്കാം, ഇമ്പോർട്ട് ചെയ്തെടുക്കാം.
ഏത് ടയേഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിക്കാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വട്ടികൾ അതിൻ്റെ അകത്ത് ഇരിക്കുള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇവിടെ നിരത്തി പിടിച്ചിങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മുടെ ലിജിൻ ചേട്ടൻ നമ്മുടെ വണ്ടിയുടെ പൊക്കത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലാക്ക് സ്റ്റാർ എഡിഷൻ ഡുക്കാറ്റി ഡയവല്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വണ്ടിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കണതാണ് ഗൈസ്. പുള്ളിയുടെ എക്സോസ്റ്റ് നോട്ട് ഓണാക്കി. എക്സോസ്റ്റിൽ നിന്ന് പുള്ളി വരുന്നതായിരിക്കും. ടെർമിനോണിയുടെ എക്സോസ്റ്റ് വെച്ചേക്കണ കേൾക്കുന്നില്ല. ടെർമിനോണിയുടെ എക്സോസ്റ്റ് വെച്ചേക്കണം. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാവും. ക്യാമറ കേട്ടെന്ന വീഡിയോ ഒക്കെ എടുക്കുന്നു. ഗൈസ് നമ്മളുടെ വി ബോയ്സ് സ്റ്റണ്ടർ ഇതാ അതിസാഹസികമായ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണം ഗൈസ്. ഇത് നമ്മുടെ അടുത്ത സുഹൃത്തിനെ കാണുക, എല്ലാവരും കാണുക. വി ബോയ്സ് സ്റ്റണ്ടർ അതിസാഹസികമായിട്ടുള്ള വീഡിയോ ആണ് ഗൈസ് എടുക്കുന്നത്. സത്യത്തിൽ നീ ആരാണ് GT? എനിക്കതാണ് അറിയേണ്ടത്. ഞാൻ ആരാണ് GT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം. എല്ലാത്തിലും ഞാനുണ്ട്. വ്ളോഗിന്റെ പേര് തന്നേക്ക് ചെമ്മ കുഞ്ഞാശാൻ വ്ളോഗ്സ് ഗൈസ്. ഉയർന്ന ചിന്താഗതിയാണ്. അതെ ഉയർന്ന ചിന്താഗതിയാണ് ഗൈസ്, ഉയർന്ന ചിന്താഗതി. അപ്പൊ ലിജിൻ ചേട്ടന്റെ ഷൂട്ട് കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെയുണ്ട് ലിജിൻ ചേട്ടൻ്റെ ഹെൽമെറ്റ്? ഹെൽമെറ്റാണ് ലിജിൻ ചേട്ടാ. എക്സോസിന് എന്ത് വിലയായി? 3,20,000. എത്ര? 3,20,000. ഓ 3,25,000 രൂപയുടെ എക്സോസ്റ്റാ പുള്ളി വെച്ചിരിക്കണ. ടെർമിയോണി അല്ലേ? ആ ടെർമിയോണി വിത്ത് മാപ്പാണ് ചെയ്തേക്കണ പുള്ളി. ഈ എക്സോസ്റ്റ് നോക്കിക്കോ, കണ്ട ഇതിന്റെ സൈഡിൽ ഒന്ന്, അതേപോലെ തന്നെ ഇതിന്റെ ഇത് വരുന്നത് പുള്ളി ഫുള്ള് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഇത് കണ്ട, ഇത് താഴത്തേക്കാണ് ഒരെണ്ണം വരുന്നത്, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടി ഡുക്കാറ്റി ഡൈവൽ, നമ്മുടെ ബ്ലാക്ക് സ്റ്റാർ എഡിഷൻ വണ്ടി. അതുപോലെ നമ്മുടെ പാർട്ട്ണറുടെ സുഹൃത്തുക്കളും അവിടെ ഒരുമിച്ച് കണ്ട് അവർ ഫോട്ടോ എടുക്കലും ബാക്കി പരിപാടികളൊക്കെയാണ്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ പരിപാടികളും പറഞ്ഞുതരാം. ഇത് 10RR എന്ന് പറഞ്ഞ വണ്ടിയാണ്. കേരളത്തിൽ ഏകദേശം 2 വണ്ടിയേ ഉള്ളൂ ഇപ്പോൾ, ഇന്ത്യയിലും കുറവാണ്. അത് നോർമൽ 10R അല്ല, 10RR. ഇപ്പോൾ ഇത് ട്രാക്കിലേക്കുള്ള എഡിഷനാണ്. അതേപോലെ വിൻ്റർ എഡിഷൻ ആണ് ഇതിൻ്റെ പേര്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻ്ററും ഇതിൻ്റെ എംബ്ലോവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതായിരിക്കും. ഈ സാധനം ഇതിൻ്റെ എംബ്ലത്തിനപ്പുറമാണ് വിൻ്റർ എഡിഷൻ, കണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും. നോർമൽ 10R സ്പെക്കും കാര്യങ്ങളൊന്നും അല്ല. കൂടുതൽ ഞാൻ കാണിച്ചു തരാം. ടൈഗർ അടിപൊളി വണ്ടിയാണ്. ആ വണ്ടിയാണ് കാണേണ്ടത് നമുക്ക്. നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ സ്റ്റണ്ടറിനെ ഞാൻ ഏൽപ്പിക്കുന്നതാണ്. സ്റ്റണ്ടറെ ഒരു വീഡിയോ. GT പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? വീഡിയോ അല്ലേ, ഫോട്ടോ അല്ലല്ലോ അല്ലേ? എടാ ഇങ്ങനെ വീഡിയോ എടുക്കാനാണ്? അതെ. അല്ല വേറെ ആരെങ്കിലും ഇത്തിരി ബാക്കിൽ നിന്ന് മാറിക്കും. അവിടെ തന്നെ വണ്ടിയിൽ മതിയാ. ഫോട്ടോ എടുക്കലും പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ അതേ ഫെയിം ബ്രോ, MJ ബ്രോ, അതേ രാഹുൽ ബ്രോ, എല്ലാവരും പയ്യെ ഇറങ്ങണം. പയ്യെ അനന്തന്റെ വണ്ടി നമുക്ക് ഓടിക്കാം. അത് ജനം പോവാം. വേറെ ആരും വണ്ടി വേണ്ട, അനന്തന്റെ വണ്ടി മാത്രം മതി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട വണ്ടികളിൽ ടൈഗർ. പിന്നെ അതേപോലെ തന്നെ ഒരു കീടിലം വണ്ടി, നിങ്ങൾ അത് മെയിനായിട്ട് കാണേണ്ട വണ്ടി തന്നെയാണ് CS2 സൂപ്പർ ചാർജർ. ഇതാണ് നമ്മുടെ CS2 വിത്ത് സൂപ്പർ ചാർജർ. ഇത് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ചാർജർ. സൂപ്പർ ചാർജർ വണ്ടിയാണ് മോനെ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ഒരുപാട് നാളെ വെയിറ്റ് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു. അവസാനം നമ്മുടെ മുതലാളിയുടെ കയ്യിൽ അത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ മുതലാളിയല്ല, പാവപ്പെട്ട മുതലാളി. അദ്ദേഹത്തിനൊരു 14R കൂടി ഉണ്ട്.
ഗൈസ് വളരെ സന്തോഷം. പിന്നെ അതേപോലെ നമ്മുടെ പരിചയപ്പെടുക സഫാൻ സായിദ്. സഫാൻ സായിദിന്റെ വണ്ടി ഏതാണ്? സ്പീഡ് ട്രിപ്പിൾ. ഗൈസ് ഇതാണ് സ്പീഡ് ട്രിപ്പിൾ. ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ്. സ്പീഡ് ട്രിപ്പിൾ 1050 വണ്ടിയാണ്. ഇത് നമ്മുടെ സച്ചുവിന്റെ വണ്ടി C800. അതേപോലെ FC മോഡിഫൈ ചെയ്ത വണ്ടിയാണ് ഞങ്ങള്. ഗൈസ് ഇത് സ്പീഡ് ട്രിപ്പിളിന്റെ ബാക്കിൽ രണ്ട് എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം. ഇത് ആരുമാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് C800. ഇതിന്റെ എക്സോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സ്ക്രാംബ്ലർ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതിന്റെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ IXL ആണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടി തന്നെയാണ്, പാർട്ട്ണറുടെ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുക്കാറ്റി സ്ക്രാംബ്ലർ. ഇതൊരു റെട്രോ എഡിഷൻ, ഒരു പഴയ ടൈപ്പ് ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഇത് വെച്ചിരിക്കുന്നത് ടെർമിയോണിയുടെ തന്നെയാണ് എക്സോസ്റ്റ് വരുന്നിരിക്കുന്നത്. ഇതും അടിപൊളിയാട്ടോ, ഭയങ്കര ചില്ലാണ് ഓടിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജെറി ബ്രോന്റെ ടൈഗർ, ഇതും അത്യാവശ്യം അടിപൊളിയായിട്ടാണ്. ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ഒന്നും നോക്കണ്ട, വെറുതെ ചുമ്മാ എഴുന്നേറ്റ് ഇരുന്നത് എവിടെ വേണമെങ്കിലും ഓടിച്ചിട്ടുണ്ട് കൊണ്ടുപോകാം. അതൊക്കെയാണ് കാര്യങ്ങൾ. സച്ചു അങ്ങനെ വണ്ടി ഓണാക്കിയിരിക്കണം ഗൈസ്. നമ്മളുടെ ടയേഴ്സ് ഒഫീഷ്യൽ നമ്മുടെ കാര്യങ്ങളും ബാക്കി എല്ലാ പരിപാടികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രൊമോഷൻ ചെയ്യുന്ന ഇദ്ദേഹമാണ്, സ്റ്റണ്ടറാണ്. അപ്പോൾ സ്റ്റണ്ടർ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം പറയും. ഞാൻ പോലും ഇങ്ങനെ കൂടി തിരിഞ്ഞു നോക്കാറില്ല. അയ്യോ ഗൈസ് പറയൂ, ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് കാര്യങ്ങൾ? ഇപ്പോൾ ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ മിഷൽ, ടണപ്പ്, ബ്രിഡ്സൺ, അങ്ങനെ കുറച്ചധികം ബ്രാൻഡുകളുണ്ട്. പിന്നെ റിയർ ടയർസ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 to 190, 200 സൈസ് വരെ നമുക്ക് റിയർ ടയർസ് ഉണ്ട്. ഫ്രണ്ട് ടയർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 110, 120 സൈസിൽ ഫ്രണ്ട് ടയർസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ടയേഴ്സും പരിപാടികളൊക്കെ ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് സെഗ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ നോക്കണേ എന്തൊക്കെയാണ് എന്തിനാന്നുള്ളത്. 1.5 മാസമായിട്ട് ടച്ച് ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയാണ്, കാരണം 1.5 മാസമായിട്ട് ഇവിടെ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം ലോഡ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇതെല്ലാം ട്രാക്ക് ഡ്രൈവേഴ്സാണ്. എടാ പോലെ ഏതെന്ന് പറയട്ടെ, അത്യാവശ്യം ട്രാക്ക് ഡ്രൈവേഴ്സാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേർത്തൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ പൊക്കത്തേക്കുള്ള പരിപാടികൾ. ഇത് നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാനാണ്, നമ്മുടെ കസിൻ തന്നെയാണ് അദ്ദേഹം. അതേപോലെ ഇത് നമ്മുടെ അളിയൻ്റെ അനിയൻ സുബീഷ് ലാൽ, ഭയങ്കര ബിസിയിലാണ് പുള്ളി. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തേക്കൊക്കെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല. ബാക്കി എല്ലാ പരിപാടിയും ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളെല്ലാ വണ്ടികളും പയ്യെ പോകാൻ പോവാണ്. ഇനിയിപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് സമാധാനമായിട്ട് ഇനി വീട്ടിലെത്തിയാൽ മാത്രം മതി. അപ്പോൾ വി ഹാഡ് എ വെരി ഗുഡ് ഡേ ഗൈസ്. അപ്പോൾ എല്ലാവരും പയ്യെ ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്കുള്ളത് എടുക്കാം പയ്യെ. എല്ലാവരും പോയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എല്ലാവരും പോയി. നമ്മുടെ പാർട്ട്ണറിന്റെ വണ്ടി മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളു. പാർട്ട്ണറിന്റെ വണ്ടി മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. സച്ചുവിന്റെ വണ്ടി മാത്രം നടക്കും. അപ്പൊ എല്ലാവരും പോയി. സച്ചുവിന് ഹാപ്പിയായി. സച്ചു ഇങ്ങനെ ഇപ്പുണ്ട്. സച്ചു എന്താണ് സന്തോഷമാണ്. 26 ഉഷാറായ കാര്യങ്ങള്. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. നമ്മുടെ മെയിൻ റൈഡറൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല ചെയ്യാനായിട്ട്. ഓക്കെ അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ വണ്ടികളും പോയി. അപ്പോൾ സച്ചുവാണ് അവിടെ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരി വൺ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ ഒരു സംഭവം. ടയേഴ്സിൻ്റെ ഒരു സ്റ്റോറ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ നമുക്ക് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ചേർത്തല ഭാഗത്ത് നമുക്ക് ഇടാൻ പറ്റി. ഇനിയും കുറേ അപ്ഗ്രേഡുകളും കാര്യങ്ങളെല്ലാം ദേവനങ്ങനെ കൊണ്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഒരു 3 വർഷമായിട്ട് നമ്മളിതിൻ്റെ പുറം നിന്നുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കിട്ടി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അല്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോൾ ഓക്കെ എവരി വൺ.
അപ്പോൾ ഗായ്സ്, അപ്പോൾ ടയേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടയേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചേർത്തലയിലാണ് നമ്മുടെ സ്ഥാപനം. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ ഞാൻ ആ ഡീൽ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടയേഴ്സ് ഒഫീഷ്യൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ടയേഴ്സ് എല്ലാം കണ്ടു. ഇഷ്ടംമാതിരി ടയേഴ്സ് ഉണ്ട്. അതുവരെ പൊക്കത്ത് ഞാൻ കാണിച്ച് ഇഷ്ടംമാതിരി ടയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വരാം, സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടയർ മാറ്റാവുന്ന സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അടുത്ത മാസം ആകുമ്പോഴേക്കും നമ്മളുടെ ടയർ മാറാനുള്ള സൗകര്യം കൊടുക്കുന്നതാണ്. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളിത് പാഴ്സൽ നമ്മൾ അയക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടികളൊക്കെ. ഇതൊക്കെയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇയാളെ വെരി ഗുഡ് ഡേ. അപ്പോൾ ഗായ്സ്, എല്ലാ പരിപാടികളും നമ്മുടെ കഴിഞ്ഞു. അടിപൊളി പരിപാടിയായിരുന്നു. ചെറിയ ഈ ചേർത്തലയിലൊക്കെ ഇത്രയും നല്ല രീതിയിലൊരു സംരംഭം അല്ലേ നമുക്ക് നടത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നാട്ടുകാർക്കാണെങ്കിലും ഇത്രയും വണ്ടികളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരൊക്കെ അതിശയത്തോട് കൂടി നോക്കണം എന്ത് സാധനം അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റി, അത് വിജയിക്കാൻ പറ്റി. ഇനിയും അത് നല്ല രീതിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോകുന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരെയും അനുഗ്രഹം ഇനി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഓക്കെ, അതേപോലെ തന്നെ ഇന്ന് നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അത്യാവശ്യം നല്ല കിട്ടിലും ബൈക്സ് വന്നത്, നോർമൽ ബൈക്സ് അല്ലാണ്ട് തന്നെ അല്ലേ? എല്ലാം ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടികളും അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ വിളിച്ചാലും കൊച്ചിയിൽ നിന്നാണെങ്കിൽ ഇവിടം വരെ എത്തിയവര്, അപ്പൊ അതിൽ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ എന്നെ കൊണ്ടുപോകുന്നതും ഇറക്കണതും എല്ലാം ഷെമിയാണ്. ഷെമി, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ കടയിൽ നമ്മൾ വിട പറയുകയാണ്. നമ്മുടെ കട ഇപ്പൊ കഴിയും. കട കഴിഞ്ഞു. ബൈ ബൈ. അപ്പോൾ നമ്മളെ കടയെടുത്ത് നമ്മൾ വിട പറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 6 മാസം ആവുന്നു. 6 മാസം തൊട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മാസം തൊട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 9 മാസമല്ലേ, 11 മാസം. ഭാഗ്യവാൻ. ഒരു പണിയെടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട, ഗെയിം കളിക്കുക, ഗെയിം കളിക്കുക, ഇരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ കറന്റ് പരിപാടികൾ. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നല്ലൊരു ദിവസമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ കാണാൻ പറ്റി. ഞാൻ നമ്മുടെ വാർഡിൽ തച്ചൂരെ തന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഗൈസ്, കട്ട്ലേറ്റ് കുറെ കട്ട്ലേറ്റ് ബാക്കി വന്ന് ഷെമി ഇത് മൊത്തം കഴിച്ചു തീർക്കണം ഗൈസ്. വേറെ ഒന്നും ചെലവ് ചെയ്യാനായിട്ടൊന്നും ഇല്ല ഷെമി. ഒരു ഗെയിമറിന്റെ കയ്യിലൊന്നും ഇല്ല. പാവപ്പെട്ടവനാ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്കും പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ തിരിച്ച് കൊച്ചിക്ക് മര്യാദക്ക് നമ്മൾ നേരത്തെ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ 25 മിനിറ്റ് മതിയാകെ. 25 മിനിറ്റ് 20 മിനിറ്റൊക്കെ മതിയായിരുന്നു. ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും വേണമെന്ന് തോന്നുന്നു ഇപ്പോൾ വീട്ടിലൊക്കെ തന്നെ. 1 മണിക്കൂറൊന്നും പിടിച്ചില്ലല്ലേ മീ? 10-40 മിനിറ്റ് പിടിച്ചെന്ന് തോന്നുന്നു. 3/4 മണിക്കൂർ പിടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ബ്ലോഗും പരിപാടികളും എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വി ഹാഡ് എ വെരി ഗുഡ് ഡേ. അപ്പോൾ നമ്മളിനി പയ്യെ നമ്മുടെ വീട്ടിലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവരിവൺ, താങ്ക് യു സോ മച്ച് ഫോർ ഞാൻ പറയുന്നത് നമ്മൾ സഹകരിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, SBIയിലെ എല്ലാ മെമ്പേഴ്സിനോടും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാഫിസ് ബ്രോ, ഒരുപാട് പേരുണ്ട് വന്നത്. സഫാൻ, പിന്നെ അതേപോലെ നമ്മുടെ ഷെമിയാണ് എന്നെ കൊണ്ടുപോകണതും വന്നതെല്ലാം. ഷെമേ അദ്ദേഹം അപ്പോൾ അദ്ദേഹം നമ്മളെ കൊണ്ടുപോകാനും ഞാനൊക്കെ ഇദ്ദേഹം പിടിച്ചതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഒരുപാട് നാളായി പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും പരിപാടികളെല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. അടുത്ത വ്ളോഗുമായിട്ട് ചെമ്പകുഞ്ഞാശാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി നമുക്ക് ഉണ്ടാവും, തുടർന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓക്കെ എവരിവൺ, എൻജോയ്, ഹാവ് എ വെരി ഗുഡ് ഡേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇപ്പോൾ ഏകദേശം 8 മണിയായി. നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയമാണ്. നേരെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും ചെമ്പകുഞ്ഞാശാൻ. ബൈ ബൈ. ഇറ്റ്സ് ചെമ്പകുഞ്ഞാശാൻ ലോക്കിംഗ് ഔട്ട്. ബൈ ബൈ.